വിഷയം അനുസരണത്തെ പറ്റിയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പഴയ നിയമത്തിലെ അബ്രഹാം, മോശ, ഇവരെല്ലാവരും കുറെ പേര് ഇനിയുണ്ട്, ഞാൻ എക്സാമ്പിളായി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇവരെല്ലാവരും ദൈവം എന്താണോ പറഞ്ഞത് അത് അതേപടി അനുസരിച്ച് ഉന്നതിയിലെത്തിയവരാണ്, അല്ലേ? അതുപോലെ പുതിയ നിയമത്തിലായാലും പരിശുദ്ധ കന്യകാമറിയം ദൈവത്തിന്റെ ഹിതം എന്താണോ അത് അതേപടി അനുസരിച്ച് ഒരാളാണ്. അതുപോലെ ഈശോ മിശിഹ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം എന്താണോ അത് നിറവേറ്റാനാണ് കുരിശിൽ പീഡകളൊക്കെ സഹിച്ച് നമുക്ക് വേണ്ടി മരിച്ച് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. അറിയാലോ അല്ലെ? അതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മുതിർന്നവരായാലും ടീച്ചേഴ്സ് ആണെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കളാണെങ്കിലും അവർ പറയുന്നതെല്ലാം അനുസരിക്കാനുള്ള ഒരു കടമ, ഒരു ദൗത്യം നിങ്ങളിൽ ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി ഒരു ചെറിയ കഥ ഞാൻ ചെറിയ കുട്ടികൾക്ക് വേണ്ടി ഒരു സംഭവം വലിയവർക്ക് വേണ്ടി പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ചെറിയവർക്ക് വേണ്ടി ഞാൻ കുഞ്ഞൊരു കഥ പറയുകയാണ്. ഒരു കുഞ്ഞലിയുടെയും അമ്മലിയുടെയും കഥ. രണ്ടുപേരും സുഖമായി ഒരു മാളത്തിൽ താമസിക്കുകയായിരുന്നു. അങ്ങനെ അമ്മ പകൽ സമയങ്ങളിൽ ഈ കുഞ്ഞിന് വേണ്ടി ഭക്ഷണം തേടി പോകും. അങ്ങനെ ഭക്ഷണം തേടി രാത്രി വരുമ്പോൾ കുഞ്ഞ് അമ്മയ്ക്ക് വേണ്ടി കാത്തിരിക്കും. അങ്ങനെ രണ്ടുപേരും കൂടെ ഫുഡ് കഴിച്ച് രാത്രി സുഖമായി ജീവിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ കുഞ്ഞിക്ക് ഒരു ദിവസം ഒരു മോഹം, കാടൊക്കെ ഒന്ന് കാണാൻ പോകണം. അങ്ങനെ അവൻ അത് അമ്മയോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരു ദിവസം അമ്മയും ഈ കുഞ്ഞിനെയും കൂടെ കാട് കാണാനായിട്ട് പോയി. അങ്ങനെ കാട് കണ്ട് അവര് അരുവിയും തോടും പുഴകളും മൃഗങ്ങളും പക്ഷികളും ഒക്കെ നിറഞ്ഞ ആ ഒരു കാട് കണ്ട് കുഞ്ഞിന് ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. അങ്ങനെ ഒരു സമയത്ത് കുഞ്ഞിലിക്ക് പെട്ടെന്ന് ഒരു ആകർഷണം തോന്നുന്ന ഒരു കൂട് ഈ കുഞ്ഞലിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ കൂടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂട് ഇരുമ്പഴികൾ കൊണ്ട് നിർമ്മിച്ച വളരെ ലൈറ്റൊക്കെ ഇട്ട് വളരെ മനോഹരമായ നിറയെ ഭക്ഷണങ്ങളൊക്കെ നിറച്ച ഒരു കൂടായിരുന്നു അത്. അപ്പൊ കുഞ്ഞലി അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് ആ കൂടിനുള്ളിലേക്ക് ഒന്ന് കയറണം, ആ കൂടൊന്ന് എനിക്കൊന്ന് കാണണം. അപ്പൊ അമ്മേരി പറഞ്ഞു, മോനെ അത് മനുഷ്യർ നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള കെണിയാണ്, മോൻ അതിനുള്ളിലേക്ക് പോകരുത്, അതിനുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ മോൻ ചത്തുപോകും എന്ന് ഉള്ള ഒരു മുന്നറിയിപ്പ് അമ്മ കുഞ്ഞലിക്ക് കൊടുക്കുകയാണ്. പക്ഷെ കുഞ്ഞലിയുടെ മനസ്സിൽ ആ കൂട്, ആകർഷണമുള്ള ആ കൂട് ആ കുഞ്ഞലിയുടെ മനസ്സിലേക്ക് ഏൽപ്പിച്ചു. അങ്ങനെ പിറ്റേ ദിവസം അങ്ങനെ അവർ നടന്നൊക്കെ പോന്നു എന്ന് വൈകുന്നേരം കിടന്നുറങ്ങി. പിറ്റേ ദിവസം പതിവ് പോലെ അമ്മ ഭക്ഷണം തേടി പോവുകയാണ്. പകൽ സമയങ്ങളിൽ ആ കുഞ്ഞിന് മാത്രമാണ് ആ മാളത്തിനുള്ളിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ അമ്മ പോയ സമയത്തും ഇവന്റെ മനസ്സിൽ ഈ ആകർഷണം തോന്നുന്ന ഈ കൂടിന്റെ അടുത്തേക്ക് പോകണം, ആ കൂട് കാണണം എന്ന ഒരു ചിന്ത അവന് മനസ്സിലെത്തിച്ചു. അങ്ങനെ ഇവ അമ്മ അറിയാതെ, അമ്മയോട് പറയാതെ ആ കാട്ടിലേക്ക് പോവുകയും അവിടെ ചെന്ന് ആ കൂടിനുള്ളിലേക്ക് ചെന്ന് അതിന് ചുറ്റും ഒന്ന് നടന്നു നോക്കി. വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ടപ്പോൾ അതിനുള്ളിലേക്ക് അവൻ കയറാനായിട്ട് ശ്രമിച്ചു. എന്താ സംഭവിക്കുക എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? എന്താ സംഭവിക്കുക? ആ കൂടിനുള്ളിലേക്ക് കയറിയതും അവന്റെ കഴുത്തിലേക്ക് ആ ഇരുമ്പിന്റെ ആ മൂർച്ചയേറിയ ദണ്ടുകൾ വന്ന് പതിക്കുകയും അവന്റെ ജീവനിട്ട് പോവുകയാണ് ഉണ്ടായത്, അല്ലെ? ഈ ചെറിയ കഥയിൽ കുഞ്ഞുമക്കൾ എന്ത് മനസ്സിലാക്കി? അമ്മ അറിയാതെ, അമ്മ പറഞ്ഞത് അനുസരിക്കാതെ പോയത് കൊണ്ടാണ് അവന് ആ ഒരു ആപത്ത് സംഭവിച്ചത് എന്ന് എനിക്ക് മനസ്സിലായി, ഇല്ലേ? ഇനി ഇതിനോട് സാദൃശ്യമുള്ള വേറൊരു സംഭവം ഞാൻ നിങ്ങളുടെ വിവരിക്കുകയാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മകൻ, സാധാരണ നമ്മുടെ ന്യൂസ് പേപ്പറിലൊക്കെ നമ്മൾ ഡെയിലി കേൾക്കുന്നതാണ്, അല്ലെ? എത്രയോ പേര് മരണപ്പെടുന്നു. പക്ഷെ എന്നെ സ്പർശിച്ച ഒരു സംഭവം എന്റെ മുന്നിൽ നടന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യുന്നത്. ഈ ഒരു കഥയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ഒരു സംഭവം വരുന്നത്. അതുകൊണ്ട് മുതിർന്നവർക്ക് വേണ്ടി ഞാൻ ഈ സംഭവം പറയാണ്. അതായത് 2 വർഷങ്ങൾക്ക് മുമ്പ് ന്യൂസ് പേപ്പറിൽ ന്യൂസ് ഉണ്ടായിരുന്നു, ഒരു കോളേജ് വിദ്യാർത്ഥി പുഴയിൽ മുങ്ങി മരിച്ചത്. അപ്പോ ഇവൻ മരിച്ച്, അപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിന്റെ മകനായിരുന്നു. ഇവൻ മരിക്കുന്ന സമയം ഇയാൾക്ക് ഭയങ്കര തലവേദനയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഇവൻ മരിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇതിനെ പറ്റിയുള്ള ന്യൂസുകളൊക്കെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ, ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കൂടുതൽ വിവരിക്കുന്നില്ല, തുടങ്ങിയപ്പോൾ അറിഞ്ഞൊരു കാര്യം, ഇവന്റെ അമ്മ നന്നായി പഠിക്കുന്ന കുട്ടിയാണ്, എല്ലാ കാര്യങ്ങളും അമ്മയുടെ ഷെയർ ചെയ്യുന്ന വ്യക്തിയാണ്, നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയാണ്. പക്ഷെ ഇവന്റെ അമ്മയുടെ അടുത്ത് ഒരു ദിവസം ചോദിച്ചു, അമ്മ ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പുഴയിൽ പോയി കളിച്ചോട്ടെ? അപ്പൊ അമ്മ പറഞ്ഞു, വേണ്ട, എനിക്ക് നീന്താൻ അറിയില്ല, നീ എന്തെങ്കിലും അപകടത്തിൽപ്പെടും, നീ പോകണ്ട.
അങ്ങനെ പിന്നെ കുറച്ചു ദിവസം 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഇവൻ ഇതേ ചോദ്യവുമായി അമ്മയുടെ അടുത്തേക്ക് വന്നു. അമ്മ വീണ്ടും പറഞ്ഞു, വേണ്ട, പോകരുത്, എനിക്ക് എന്തെങ്കിലും ആപത്ത് പറ്റും, മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ചിലപ്പോൾ നീന്താൻ അറിയുമായിരിക്കും, പക്ഷെ നിനക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് നിനക്ക് വല്ല അപകടം സംഭവിക്കും, നീ പോകരുത്. 3ാമത്തെ തവണ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മരിക്കുന്ന ദിവസം രാവിലെ കോളേജിലേക്ക് പോയതാണ് ഈ പറഞ്ഞ വ്യക്തി. മരിക്കുന്ന അന്ന് ഇവരെന്ത് വെച്ചാൽ അമ്മ അറിയാതെ ഇവൻ കുളിച്ച് ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സുമായിട്ടാണ് ഇവൻ ബാഗിൽ വെച്ച് അമ്മ അറിയാതെയാണ് കോളേജിലേക്ക് പോയത്. കോളേജിൽ വിട്ട് പകുതി സമയം കഴിഞ്ഞപ്പോൾ കോളേജിൽ നിന്ന് ഇറങ്ങി ഫ്രണ്ട്സ് ബൈക്കൊക്കെ എടുത്ത് ഈ പോകുന്ന വഴിയിലുള്ള കുളത്തിൽ വന്ന് കളിക്കാൻ വരികയും അവരെ കൂടെ കളിച്ച് മറ്റുള്ളവരൊക്കെ നീന്തി കയറിയപ്പോൾ അവര് വിചാരിച്ചു ഇവൻ പതുക്കെ കാണുന്നു. പക്ഷെ ഇവന്റെ ചുഴലിപ്പെട്ടിട്ടാണ് അവനന്ന് മരണമടയുന്നത്. ഈ മരിക്കുന്ന അന്ന് എന്റെ കൂടെ ഇരിക്കുമ്പോ ഈ അമ്മ ഒരുപാട് തലവേദനയൊക്കെ അനുഭവിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂറിനകത്താണ് ഈ മകൻ മരിച്ചത് അമ്മ അറിയുന്നത്. അപ്പോ ഈ കുഞ്ഞലിയുടെ കഥയും ഈ കഥയും തമ്മിൽ ഒരുപാട് സാധിച്ചിട്ടില്ലേ? പലപ്പോഴും അമ്മമാര് പറയുന്ന അനുസരിക്കാനുള്ള മനസ്സ് കാണിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഈ 2 സംഭവത്തിലും ഉണ്ടായത്, അല്ലെ? അതുകൊണ്ട് നമ്മുടെ ചുറ്റും ഒരുപാട് അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം ഇല്ലേ? നിങ്ങളെ കുട്ടികളെ ആണെങ്കിലും സ്വാധീനിക്കാനായിട്ട് ഒരുപാട് പേര് നിങ്ങളെ നശിപ്പിക്കാനായിട്ട് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്, ഇല്ലേ? നിങ്ങളുടെ ഇപ്പൊ നിങ്ങൾക്കറിയാം കഞ്ചാവും മയക്കുമരുന്നും, അല്ലെ? പല രീതിയിൽ നിങ്ങളെ നശിപ്പിക്കാനായിട്ട് നിങ്ങളുടെ ചുറ്റും പതിയിരിക്കുന്ന അപകടങ്ങൾ നമ്മുടെ മാതാപിതാക്കളാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും മുതിർന്നവരാണെങ്കിലും പറയുമ്പോൾ അത് അനുസരിക്കാനുള്ള ഒരു മനോഭാവം നിങ്ങൾക്ക് ഉണ്ടാകണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യന്റെയും പ്രീതി വളർന്നു വന്നതുപോലെ നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് നല്ലവരായി ജീവിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.